സംസ്ഥാനത്ത് SSLC ഫലം പ്രഖ്യാപിച്ചു. 4,25,563 പേരാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയത്. വിജയശതമാനം 99.69 ഏറ്റവും ഉയർന്ന വിജയം കോട്ടയം റവന്യൂ ജില്ലയിലും ഏറ്റവും കുറവ് തിരുവനന്തപുരം റവന്യൂ ജില്ലയിലുമാണ്. പുനർമൂല്യനിർണ്ണയത്തിന് നാളെ മുതൽ നൽകാം. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി, മന്ത്രി സൂചിപ്പിക്കുകയുണ്ടായിരുന്നു അടുത്ത കൊല്ലം മുതൽ വ്യത്യസ്ത രീതിയിലായിരിക്കും പരീക്ഷ നടത്തുക എന്നുള്ള കാര്യങ്ങളെല്ലാം. ഏത് തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കാം ഉൾപ്പെടുത്തുക എന്ന് മന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ടോ? ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സമഗ്ര മാറ്റത്തിന് SSLC പരീക്ഷ ഒരുങ്ങുന്നു എന്നുള്ളതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിട്ടുള്ളത്. സമഗ്ര മാറ്റം ആലോചിക്കുകയാണ്. പേപ്പറുകളുടെ ഉൾപ്പെടെ കാര്യങ്ങൾ, അതായത് +2 മോഡലുകളിൽ പരീക്ഷകൾ എങ്ങനെ കൊണ്ടുവരാം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചില പരിഗണനയിലാണ്. അതടക്കം വിശദമായ കൂടിയാലോചനകൾ നടത്തിയ ശേഷം 2025 SSLC പരീക്ഷയിൽ ആ മാതൃക സാക്ഷാത്കരിക്കാനാകുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടിയാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ മന്ത്രി പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത്. അതേക്കാൾ മുന്നേ തന്നെ സംസ്ഥാനത്ത് ഇന്ന് ഔദ്യോഗികമായ SSLC പരീക്ഷാ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ 0.01% കുറവാണ് ഇത്തവണ SSLC പരീക്ഷാ ഫലത്തിൽ വന്നിട്ടുള്ളത്. 4,27,153 വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. അതിൽ 4,25,563 പേരും ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയിട്ടുണ്ട് എന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. 99.69% ഇക്കുറി വിജയ ശതമാനം എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നത്. കുറ്റമറ്റ രീതിയിൽ പരീക്ഷാ നടത്തിപ്പും ഒപ്പം തന്നെ അതിന്റെ മൂല്യനിർണ്ണയവും നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് അഭിമാനിക്കുന്നത്. ഒപ്പം തന്നെ 71,831 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചിട്ടുണ്ട് എന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിക്കുകയുണ്ടായി. മുൻ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ 3,227 വിദ്യാർത്ഥികളുടെ വർധനവാണ് മുഴുവൻ A+ ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെയാണ് സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന വിജയ ശതമാനമുള്ള ജില്ല അല്ലെങ്കിൽ റവന്യൂ ജില്ല എന്ന് പറയുന്നത് കോട്ടയമാണ്. 99.92% അവിടുത്തെ വിജയ ശതമാനം. കുറവ് തിരുവനന്തപുരം റവന്യൂ ജില്ലയ്ക്കാണ്. 99.08% വിജയ ശതമാനം. ഏറ്റവും കൂടിയ വിദ്യാഭ്യാസ ജില്ല എന്നുള്ളത് പാലയാണ്. പാലയിൽ 100% വിജയം കൊയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവർക്ക് സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ളത്. വിദ്യാഭ്യാസ ശതമാനം അല്ലെങ്കിൽ വിജയ ശതമാനം ഏറ്റവും കുറവുള്ള വിദ്യാഭ്യാസ ജില്ല ആറ്റിങ്ങലാണ്. 99% അവിടുത്തെ വിജയ ശതമാനം. ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് മലപ്പുറം ജില്ലയിലാണ്. മുൻ വർഷങ്ങളിലും സമാനമായ രീതിയിൽ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതും ഏറ്റവും കൂടുതൽ A+ നേടിയ മുഴുവൻ വിദ്യാർത്ഥികളുള്ള ജില്ലയും മലപ്പുറമായിരുന്നു. ഇത്തവണയും അത് തുടരാൻ മലപ്പുറത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത്. ഈ SSLC പരീക്ഷയുമായി ബന്ധപ്പെട്ട സേ പരീക്ഷകളാണ്. സേ പരീക്ഷകൾക്ക് അപേക്ഷ നൽകാനുള്ള തീയതി കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെയ് 16 മുതൽ ഇതിന്റെ അപേക്ഷകൾ നൽകാം. മെയ് 16 മുതൽ +1 അപേക്ഷകൾ നൽകാമെന്നുള്ളതാണ്. അവസാന തീയതി മെയ് 25 എന്നുള്ളതും അറിയിക്കുന്നുണ്ട്. ട്രയൽ അലോട്ട്മെന്റുകൾ ഈ മാസം 29 ആരംഭിക്കും. +1 ക്ലാസുകൾ ജൂൺ 24 ആരംഭിക്കും എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. മുൻ വർഷത്തേക്കാൾ വിജയ ശതമാനം നേരിയ രീതിയിൽ കുറഞ്ഞത് കാര്യമായി പരിഗണിക്കേണ്ട എങ്കിൽ പോലും വിജയ ശതമാനം ഉയർന്നു തന്നെ നിൽക്കുന്നത് അഭിമാനമുണ്ട് എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ സേ പരീക്ഷകളുടെ കാര്യത്തിലുള്ള തീരുമാനം ഈ മാസം 28 മുതൽ ജൂൺ 6 വരെ അപേക്ഷിക്കാം. ഒപ്പം ജൂൺ 2ാം വാരത്തോടുകൂടി പരീക്ഷാ ഫലം പ്രസിദ്ധീകരിക്കാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നത്. മുൻ വർഷത്തെ അപേക്ഷ നോക്കുകയാണെങ്കിൽ സേ പരീക്ഷ ഉൾപ്പെടെ നേരത്തെ നടത്തിക്കൊണ്ട് +1 ക്ലാസുകൾ നേരത്തെ തന്നെ ആരംഭിക്കാനുള്ള നടപടികളാണ് നടക്കുന്നത് എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഏറെ അഭിമാനകരമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കൂടുതൽ +1 സീറ്റുകൾ അനുവദിച്ചിട്ടുണ്ട്. ഒരു രീതിയിലും ഈ ഉന്നത വിജയം നേടിയവർക്ക് ആർക്കും തന്നെ +1 സീറ്റ് ലഭിക്കാതിരിക്കുന്ന ആശങ്കകൾ ഉണ്ടാകില്ല എന്നുള്ള കാര്യം കൂടി വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിജയ ശതമാനമുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ മലപ്പുറം ജില്ലയിലാണ് പല വർഷങ്ങളിലും ആശങ്കകൾ ഉയരുന്നത്. ഇത്തവണ അത്തരത്തിൽ ഒരാശങ്കകളും വേണ്ട. കൂടുതൽ സീറ്റുകൾ അനുവദിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അഡ്മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കിക്കൊണ്ട് മികച്ച നിലവാരത്തിലേക്ക് വിദ്യാഭ്യാസ രീതി പോകുമെന്നുള്ള ഒരു കാര്യം കൂടി വിദ്യാഭ്യാസ മന്ത്രി അറിയിക്കുന്നുണ്ട്. എന്തായാലും സമഗ്രമായ മാറ്റത്തിന് കൂടിയായിരിക്കും ഒരുപക്ഷെ അടുത്ത വർഷത്തെ SSLC പരീക്ഷ നടക്കാൻ പോകുന്ന എന്നുള്ളൊരു സൂചന കൂടി വിദ്യാഭ്യാസ മന്ത്രി നൽകിയിട്ടുണ്ട്. ദേവിക. ശാലിനി, മറ്റൊരു കാര്യം, സാധാരണ SSLC ഫലപ്രഖ്യാപനം നടന്നതിന് ശേഷം സാധാരണയായി ഉയർന്നു വരാറുള്ളൊരു ആരോപണമാണ്. കഴിഞ്ഞ കൊല്ലങ്ങളിലെല്ലാം അത് വന്നിരുന്നു. അനാവശ്യമായി മാർക്കിട്ട് കൊടുത്ത വിജയ ശതമാനം ഉയർത്തുന്ന ഒരു പ്രവണത സർക്കാരിനുണ്ട്, പ്രത്യേകിച്ച് ഇടത് സർക്കാരിനുണ്ട് എന്നൊരു ആക്ഷേപം പൊതുവായി നിൽക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കൃത്യമായ മൂല്യനിർണ്ണയത്തിലൂടെ തന്നെയല്ലേ ഇത്തവണത്തെ ഫലപ്രഖ്യാപനം നടന്നിരിക്കുന്നത്?
ദേവിക സൂചിപ്പിച്ചത് കൃത്യമായി തന്നെയാണ്. കാരണം മുൻ വർഷങ്ങളിൽ പല ഘട്ടങ്ങളിലും അത് ആരോപണം ഉയർന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളടക്കം പുറത്തു വന്ന പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസിന്റെ ഓഡിയോ അടക്കം അത് തെളിയിക്കുന്ന കാര്യം കൂടിയാണ്. കാരണം SLC പരീക്ഷ പാസ്സായ അല്ലെങ്കിൽ മികച്ച വിജയം നേടിയ ഒരു വിദ്യാർത്ഥികൾക്ക് സ്വന്തം പേര് പോലും എഴുതാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അറിയില്ലാത്ത രീതിയിലേക്ക് വിദ്യാഭ്യാസ നിലവാരം പോകുന്നു എന്നുള്ളൊരു ആക്ഷേപം ഉയർന്നിരുന്നു. അത് ഇന്നും മാധ്യമപ്രവർത്തകർ ചിലർ ആരായുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ മന്ത്രി അതിന് ചില ന്യായീകരണങ്ങളാണ് നടത്തിയത്. ഷാനവാസിന്റെ ശബ്ദ സംഭാഷണമല്ല, അത് തെളിയിക്കാൻ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നൊക്കെ മന്ത്രി ചോദിക്കുകയുണ്ടായി. ഒപ്പം അത്തരത്തിൽ ഒരു രീതിയിലും മാർക്കുകൾ അധികമായി നൽകിയിട്ടില്ല. കൃത്യമായ വാല്യുവേഷൻ നടത്തിക്കൊണ്ട് തന്നെയാണ് തവണ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിക്കുന്നത് എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയിക്കുന്നത്. അത്തരത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കോ അധികമായി മാർക്ക് നൽകിക്കൊണ്ട് വിദ്യാഭ്യാസ നിലവാരം തകർക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കില്ല എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം വിശദീകരിക്കുകയുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇത്രയധികം വിദ്യാർത്ഥികൾ ഉന്നത വിജയം നേടുന്നു, ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടുന്നു, ഇവർക്കൊക്കെ മതിയായ സീറ്റുകൾ ഓരോ ജില്ലയിലും കൊടുക്കാനാകുമോ എന്നുള്ളൊരു ആശങ്കകൾ കൂടിയാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു ആശങ്കകളും വേണ്ട എന്നുള്ളൊരു കാര്യം കൂടിയാണെന്ന് മന്ത്രി ആവർത്തിച്ചിട്ടുള്ളത്. എന്തായാലും ഔദ്യോഗികമായി ഫലം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരിയ ശതമാനത്തിലൊരു കുറവ് മാത്രമാണ് മുൻ വർഷത്തെ അപേക്ഷ നോക്കുകയാണെങ്കിൽ ഉള്ളത്. അതേസമയം തന്നെ 11 ദിവസങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ വർഷം പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ച് അല്ലെങ്കിൽ പ്രഖ്യാപിച്ച ദിവസങ്ങൾക്ക് 11 ദിവസങ്ങൾക്ക് മുൻപാണ് ഇക്കുറി പരീക്ഷാ ഫലം പ്രസിദ്ധീകരിക്കുന്നത്. ഒപ്പം തന്നെ ക്ലാസുകൾ അടക്കമുള്ള കാര്യങ്ങൾ ആരംഭിക്കാനുള്ള നടപടികളും ഒക്കെ തന്നെ പൂർത്തിയാക്കുന്നത് അതിവേഗത്തിലാണ് എന്നുള്ളൊരു വിശ്വാസം, ഒപ്പം തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെയാണ് വിദ്യാഭ്യാസ മന്ത്രി പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും മുൻ വർഷത്തെ അപേക്ഷ നോക്കുകയാണെങ്കിൽ 0.01% കുറവിൽ 99.69% ഇക്കുറി വിജയ ശതമാനം. നാളെ ഇനി +2 പരീക്ഷാ ഫലം കൂടി വരികയാണ്. നാളെ ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി +2 VHSC പരീക്ഷാ ഫലങ്ങൾ ഔദ്യോഗികമായി വിദ്യാഭ്യാസ മന്ത്രി പ്രസിദ്ധീകരിക്കും. അവിടെ ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തെ പോലെ 80% മുകളിലേക്ക് വിജയ ശതമാനം പോകുമോ അതോ അതിൽ കുറവ് വരുമോ എന്നുള്ളൊരു ആകാംക്ഷ അല്ലെങ്കിൽ അത്തരത്തിലൊരു ആശങ്ക മാത്രമാണ് ഉള്ളത്. എന്തായാലും നാളെ വൈകിട്ട് 3 മണിയോടുകൂടി ഔദ്യോഗികമായി +2 ഫലം കൂടി പുറത്തു വരും. ദേവിക, വ്യക്തമാണ്. സമഗ്രമായ വിവരങ്ങളുമായി ചേരുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി S. ശാലിനി.